നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ അതായത് ഫെബ്രുവരി 2026 നോട്ടിഫിക്കേഷൻ പ്രകാരം സർക്കാർ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആദ്യം ജൂൺ ലാസ്റ്റിലായിരുന്നു. പക്ഷേ ഇന്നലെ അതിൻ്റെ ഡേറ്റ് ചേഞ്ച് ആയെന്ന് പറഞ്ഞൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ. പുതിയ ഡേറ്റ് ജൂലൈ 11, 12 തീയതികളിലാണ്. അപ്പോൾ ഇനി പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് ഇത് ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിൽ 2025 ഡിസംബർ, അതാണ് ലാസ്റ്റ് നമുക്ക് വന്ന കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2025 ഡിസംബറിൽ വന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിൽ കുറേയധികം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. നാദത്തിൻ്റെ ഗുണമേന്മ സൂചിപ്പിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ശ്രുതി, തീവ്രത, ആംപ്ലിറ്റ്യൂഡ്, ടിമ്പർ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ദ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ സൗണ്ട് ഇൻഡിക്കേറ്റ്സ് പിച്ച്, ഇൻറ്റൻസിറ്റി, ആംപ്ലിറ്റ്യൂഡ്, ടിമ്പർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനായിട്ട് പരിചയമില്ലാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെല്ലാം സൗണ്ടിൻ്റെ ഗുണമേന്മയായിട്ട് തോന്നും. നമുക്ക് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ശ്രുതി ആയിരിക്കാം, തീവ്രതയായിരിക്കാം, ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കാം, ടിമ്പർ ആയിരിക്കാം. ഇത് നാലും വരുന്ന പോലെ തോന്നിയേക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നാദത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദ ക്വാളിറ്റി ഓഫ് സൗണ്ട് എന്നല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്, ദ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ സൗണ്ട്. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രീതി. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ടിമ്പറാണ്. നാദത്തിൻ്റെ ഗുണമേന്മ എന്താണ്? ടിമ്പറാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി സ്ഥിരം കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ സപ്തതാളവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അനുദ്രുതം അംഗമായി വരുന്ന ഒരു താളം. നമ്മുടെ സപ്തതാളത്തിൽ അനുദ്രുതം വരുന്ന ഒരൊറ്റ താളമേ ഉള്ളൂ. ഓപ്ഷൻ പോലും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് പഠിച്ചാൽ ഏതാണത്? ജമ്പതാളമാണ്. എന്താണ് അതിൻ്റെ അംഗങ്ങൾ? ലഘു, അനുദ്രുതം, ദ്രുതം എന്നാണ് അല്ലേ. ഇനി അടുത്തതാണ് അഷ്ടപദിയുടെ രചയിതാവ്. ഞാൻ ഈ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ അഷ്ടപതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ രചയിതാവിനെ കുറിച്ച് ചോദിക്കുമെന്നൊക്കെ ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അഷ്ടപതിയുടെ രചയിതാവ് ഓപ്ഷൻസ് ഉണ്ട്: അരുണാചല കവിരയർ, നാരായണ തീർത്ഥർ, ജയദേവർ, പുരന്ദരദാസ്. നമുക്ക് എന്താണ്, ഒരു ഡൗട്ടും ഇല്ലാതെ ജയദേവരാണ് അതിൻ്റെ കറക്റ്റായ ആൻസർ. ഇതിൽ നമുക്ക് സംശയമൊന്നും വരില്ല. മറ്റൊരു ക്വസ്റ്റ്യനാണ്: ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ: ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, GN ബാലസുബ്രഹ്മണ്യം, KS നാരായണസ്വാമി, മുത്തയ്യ ഭാഗവതർ. അപ്പോൾ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് അത്ര നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ശരിയായ ഉത്തരം മുത്തയ്യ ഭാഗവതറാണ്. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അതിപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. മുത്തയ്യ ഭാഗവതറാണ് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: അതിതാരസ്ഥായിക്ക് ഒരു ഉദാഹരണം. അപ്പോൾ ചില സമയത്ത് സ്ഥായിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര സ്ഥായികൾ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർ തെറ്റിക്കുന്നതാണ് 4 എന്ന് കൊടുക്കും. പക്ഷെ 5 ശരിയായ ഉത്തരം. എന്തുകൊണ്ടാണ് 5 വന്നത്? നമ്മൾക്ക് ഏതൊക്കെയാണ് ജനറലായിട്ട് അറിയുന്നത്? മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി. ഈ 3 എണ്ണമാണ്. ഇനി നിങ്ങൾ ഓർത്ത് വെക്കുക, മന്ത്രസ്ഥായിക്ക് താഴെയും ഒരു സ്ഥായിയുണ്ട്, താരസ്ഥായിക്ക് മുകളിലും ഒരു സ്ഥായിയുണ്ട് അല്ലേ. മന്ത്രസ്ഥായിയുടെ താഴെയുള്ള സ്ഥായിക്ക് എന്താണ് പറയുക? അനുമന്ത്രസ്ഥായി അല്ലേ. ചിലർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ പറയുന്നത്. താരസ്ഥായിക്ക് മുകളിലുള്ള സ്ഥായിക്ക് അതിതാരസ്ഥായി. അപ്പം അനുമന്ത്രസ്ഥായി, അതിതാരസ്ഥായി +3 എത്രയായി? 5. അപ്പോൾ 5 സ്ഥായികളാണ് നമ്മുടെ സ്ഥായി എന്ന് പറയുന്ന സെക്ഷനിലുള്ളത്. അപ്പോൾ ഇവിടെ അതിതാരസ്ഥായിക്ക് ഒരു ഉദാഹരണം സ്വരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോട്ടാണ് നമ്മൾ സ്ഥായിനെ റെപ്രസെൻറ്റ് ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്. 2 ഡോട്ട് മുകളിൽ വരുന്ന സ്വരത്തിനെയാണ് എന്ത്? അത് അതിതാരസ്ഥായിലുള്ള സ്വരമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡോട്ടേ ഉള്ളെങ്കിൽ അത് താരസ്ഥായി, ഒന്നുമില്ലെങ്കിൽ മധ്യസ്ഥായി. ഇനി നേരെ ഒരു ഡോട്ട് താഴെയാണ് വരുന്നതെങ്കിൽ എന്താണ്? മന്ത്രസ്ഥായി. 2 ഡോട്ട് താഴെ വന്നാൽ അനുമന്ത്രസ്ഥായി. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി ഇതേ രീതിയിലാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരിക അല്ലേ. നമ്മൾ കറക്റ്റായി സിസ്റ്റമാറ്റിക് വൈസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേട്ടറ്റ് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും പഠിക്കാൻ തുടങ്ങിയില്ല, നല്ലൊരു ക്ലാസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സംഗീത ധ്യാൻ മന്ത്രയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇത് നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ്. കറക്റ്റ് 1 മാസം കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്ത് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ചില ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.